ഹായ്, എല്ലാവർക്കും നമസ്കാരം. ES ട്രാവലിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകാൻ പോകുന്ന സ്ഥലത്തിന് കാലങ്ങൾക്ക് മുമ്പ് ചന്തുവും അരവിന്ദനും കൂടെ ചക്കച്ചാമ്പറമ്പിൽ ജോയിയെ തെരഞ്ഞ് പോകുന്ന സീനുണ്ട് ഫ്രണ്ട്സ് എന്ന മൂവിയിൽ. അതെ, ഞാനും എൻ്റെ 2 ഫ്രണ്ട്സും കൂടെ പോണ്ടിച്ചേരി കാണാൻ വേണ്ടി ഇറങ്ങുകയാണ്. അതിൽ നിങ്ങളെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ യാത്ര ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അതിരാവിലെ തന്നെ നമ്മൾ പോണ്ടിച്ചേരി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങി. കൂടുതൽ ഐഡിയകളൊന്നുമില്ല കേട്ടോ നമുക്ക്, എങ്ങനെ പോകണം എന്നുള്ളതോ അല്ലെങ്കിൽ എവിടെയൊക്കെ പോകണം എന്നുള്ളതോ കാര്യമായിട്ടുള്ള ഒരു പ്ലാനിംഗ് ഒന്നും ഇല്ലാതെയാണ് നമ്മൾ ഇതിന് ഇറങ്ങിയത്. ആദ്യമേ തന്നെ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ആരോവില്ല എന്നറിയപ്പെടുന്ന ഒരു ആത്മീയമായ നാട്ടിലേക്കാണ് കേട്ടോ. ഇതിനൊരു നാടെന്ന് ഞാൻ പറയാൻ കാരണം, ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് ജാതിയോ മതമോ അതുപോലെ തന്നെ രാജ്യമോ ഒന്നും തന്നെ ഒരു അതിർവരമ്പുകളില്ലാതെ ജീവിക്കുന്ന ആൾക്കാരാണ് കേട്ടോ ഇത്. ഇവിടുത്തെ ആൾക്കാരെല്ലാവരും തന്നെ വളരെ ആത്മീയമായിട്ട്, അതല്ലെങ്കിൽ മനസ്സിന് സമാധാനപരമായി ജീവിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഈ സ്ഥലത്ത് വന്ന് താമസിക്കുന്നതാണ് കേട്ടോ. ഏത് രാജ്യക്കാർക്കും വന്നിട്ട് ഇവിടെ താമസിക്കാം. ഇതൊരു സെപ്പറേറ്റ് ആയ ഒരു കമ്മ്യൂണിറ്റിയുടേതോ അല്ലെങ്കിൽ ഒരു മത ആചാരങ്ങളുടേതോ അല്ല. യോഗയും അതുപോലെ തന്നെ സമാധാനപരമായ അന്തരീക്ഷമാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ജീവിതത്തിന്റെ ലക്ഷ്യം. ഈ ആരോവില്ലയുടെ ഈ കംപ്ലീറ്റ് സ്ഥലവും അതിന് പീസ് ഏരിയ എന്നും സിറ്റി സോൺ എന്നും പിന്നെ ഗ്രീൻ ബെൽറ്റും എന്നറിയപ്പെടുന്ന 3 സോണുകളാക്കിയിട്ടാണ് ഇവർ തിരിച്ചിരിക്കുന്നത്. 100 വർഷത്തിലേറെ പഴക്കമുള്ള വയസ്സായ ഒരു ആൽമരമാണ് കേട്ടോ ഇത്. നല്ല വെയിലുള്ള സമയത്ത് ഇതിന്റെ താഴെ വന്നിരിക്കാനും കുട്ടികൾക്കെല്ലാം കളിക്കാനും നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം. പോണ്ടിച്ചേരിയുടെ ഹൃദയഭാഗത്ത് നിന്ന് ഏകദേശം 12 കിലോമീറ്റർ ദൂരെ ആയിട്ടാണ് കേട്ടോ ആരോവില്ല എന്നറിയപ്പെടുന്ന യൂണിവേഴ്സൽ ടൗൺ സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു സാധാരണ ഒരു ടൂറിസ്റ്റ് സ്പോട്ടല്ല, ഒരുപാട് ആൾക്കാർ ജീവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. ആത്മീയപരമായിട്ടും അല്ലാതെ ഫിലോസഫിക്കലായിട്ടുള്ള ഒരു വിഷനുള്ള ആൾക്കാരാണ് കേട്ടോ ഇവിടെ ഒന്ന് താമസിക്കുന്നത്. തിരക്കുള്ള ജീവിതമൊക്കെ മാറി ആത്മീയപരമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ സെലക്ട് ചെയ്തെടുക്കുന്ന ഒരു താമസ സ്ഥലം തന്നെയാണ് കേട്ടോ ഇത്. 1968 കേട്ടോ നമ്മുടെ മീറ അൽഫോൻസ എന്നറിയപ്പെടുന്ന മദർ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്നത്തെ ഇതിന്റെ ഉദ്ദേശം തന്നെ ഒരു യൂണിവേഴ്സൽ ടൗൺ, ആൺ പെണ്ണ് വ്യത്യാസമില്ലാതെ എല്ലാ രാജ്യക്കാർക്കും വന്ന് താമസിക്കാൻ പറ്റുന്ന, ഇതിന്റെ ഒരു പ്രധാന ഏരിയ ആണ് കേട്ടോ ഈ മത്രി മന്ദിർ എന്ന് പറയുന്ന ഈ സ്ഥലം. ഇതൊരു വലിയ ഗോൾഡൻ ഗ്ലോബാണ്. ആരോവില്ലയുടെ ഏകദേശം സെൻട്രൽ പാർട്ടിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നമുക്കൊന്നും ഒരിക്കലും ഇതിന്റെ ഉള്ളിൽ കയറിയിട്ട് ഫിലിം ഷൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഫുട്ടേജ് എടുക്കാനോ തന്നെയുള്ള പെർമിഷൻ ഇല്ല കേട്ടോ. പോണ്ടിച്ചേരിയുടെ തെരുവുകൾക്ക് ഒരു പ്രത്യേക ഭാവമുണ്ട് കേട്ടോ. പഴയ ഫ്രഞ്ച് കോളനിയുടെയും അതുപോലെ തന്നെ ഒരു ദക്ഷിണേന്ത്യൻ നഗരത്തിന്റെയും ഒരു മിക്സറായ ഒരു ഭാവമാണ് കേട്ടോ ഇതിന്. ഇതാണ് പോണ്ടിച്ചേരിയിലെ പ്രധാനപ്പെട്ട പ്രോമനേഡ് ബീച്ച്. ഇവിടെയാണ് നമ്മുടെ ചന്തുവും അരവിന്ദനും നാഷണൽ പെർമിറ്റ് ലോറിയിൽ വന്ന് ഇറങ്ങുന്ന ആ സ്ഥലം. ഈ ബീച്ച് ഒരു ശാന്തമായ ബീച്ചാണ് കേട്ടോ. ഒരുപാട് ആൾക്കാർ രാവിലെ തന്നെ ജോഗിങ്ങിനും അതുപോലെ സൈക്ലിങ്ങിനും
അതുപോലെ തന്നെ വെറുതെയും വന്നിരിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മളെ നമുക്ക് കാണാൻ പറ്റും. മാക്സിമം ഇതിന്റെ നല്ല വൃത്തിയിലും അതുപോലെ തന്നെ നല്ല ഭംഗിയിലും ശാന്തമായിട്ടാണ് കേട്ടോ ഈ ബീച്ച് ഇവരിവിടെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. ഈ ബീച്ചിന് റോക്ക് ബീച്ച് എന്നും കൂടെ പേരുണ്ട് കേട്ടോ. ഒരുപാട് പാറകൾ ഉള്ളതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു പേര് കൂടെ പറയുന്നതെന്ന് തോന്നുന്നു. വളരെ ശാന്തമായ സമാധാനപരമായ ഒരു ബീച്ച്. ഒരുപാട് സമയം ഇവിടെ ഞങ്ങൾ ചെലവഴിച്ചു കേട്ടോ. എനിക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും നല്ല വെള്ളത്തിൽ ചാടി നല്ല എൻജോയ് ചെയ്യായിരുന്നു. പക്ഷെ ആ സമയത്ത് ഞാൻ മാക്സിമം ഇരുട്ടാവുന്നതിന് മുമ്പ് തന്നെ പറ്റാവുന്നിടത്തോളം വീഡിയോ എല്ലാം ചിത്രീകരിച്ച് നടക്കാമെന്ന് കരുതി. പുലർച്ചെ വരികയാണെങ്കിൽ ഇവിടെ ജോഗ് ചെയ്യുന്ന ആൾക്കാരും യോഗ ചെയ്യുന്നവരും ഒരുപാട് കാണാൻ പറ്റും കേട്ടോ. ഇവിടുത്തെ സൺറൈസ് വളരെ ഭംഗിയുള്ള ഒരു കാഴ്ച തന്നെയാണ്. ലേ കഫേ എന്നറിയപ്പെടുന്ന ബീച്ചിൽ തന്നെ വളരെ ഫേമസ് ആയ ഒരു കോഫി ഷോപ്പാണ് കേട്ടോ. ബീച്ചിന്റെ അടുത്ത് തന്നെ നല്ല ചായയും സ്നാക്സും ഒക്കെ കിട്ടുന്ന ഒരുപാട് കടകളുണ്ട്. ഒരു ഫിൽറ്റർ കോഫിയോ അതുപോലെ തന്നെ ഒരു ചൂടുള്ള വടയോ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വൈബ് തന്നെ എൻറ്റയർലി മാറും കേട്ടോ. ഇവിടുത്തെ ഫ്രഞ്ച് സംസ്കാരം എല്ലാ ഭാഗത്തും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് പോണ്ടിച്ചേരിയിലെ ഏറ്റവും ശ്രദ്ധേയമായ മഹാത്മാഗാന്ധിയുടെ പ്രതിമ. ഇത് കടൽ തീരത്തിന്റെ നടപ്പാതയുടെ ഏകദേശം സെൻട്രലായിട്ട് ഒരുപാട് പാറയുടെ സൈഡിലായിട്ട് കിടക്കുന്നതാണ് കേട്ടോ. 13 അടി ഉയരമുള്ള ഈ പ്രതിമ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് കേട്ടോ. 13 അടി ഉയരമുള്ള ഈ പ്രതിമ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് കേട്ടോ. ചുറ്റും 4 സ്തംഭങ്ങളുണ്ട്. അത് പോണ്ടിച്ചേരിയിലെ തന്നെ പഴയ ഒരു ക്ഷേത്രത്തിന്റെ ഒരു സ്റ്റൈലിൽ നിന്ന് കടമെടുത്താണെന്നാണ് പറയുന്നത്. രാവിലെ വൈകുന്നേരം ഒക്കെ വരുമ്പോൾ ഇതിന്റെ അടുത്ത് നിൽക്കുമ്പോൾ വളരെ പീസ്ഫുൾ ആയ ഒരു വൈബാണ് കേട്ടോ ഇവിടെ തോന്നുന്നത്. വൈകുന്നേരങ്ങളിൽ റോഡിലുള്ള വിളക്കുകളെല്ലാം തെളിഞ്ഞു. ഒരുപാട് ആൾക്കാർ വിത്ത് ഫാമിലിയോട് കൂടി ഇവിടെ നടക്കാൻ വരുന്നുണ്ട്. അത്രയും സുരക്ഷിതവും ഒരുപാട് സമാധാനം ഉള്ളതുകൊണ്ടായിരിക്കാം ഇത്രയും ഫാമിലികളെല്ലാം ഇവിടെ വരുന്നത്. ഇവിടെയൊക്കെ വന്ന് നമുക്ക് ഒരുപാട് ഈവനിങ്ങുകൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിന്റെ ഒരുപാട് ഭാരങ്ങളും നമ്മുടെ സങ്കടങ്ങളും ഒക്കെ കുറഞ്ഞു പോകുന്നത് ജീവിതത്തിന്റെ വേറെ ലുക്കിലേക്ക് അല്ലെങ്കിൽ ജീവിതത്തിന്റെ വേറെ വൈബിലേക്ക് തന്നെ നമുക്ക് പോകാൻ പറ്റുന്നു എന്നാട്ടോ ഇതിനൊക്കെ പ്രത്യേകത. ഇവിടുത്തെ തെരുവുകൾ വൃത്തിയുള്ളതും ട്രാഫിക് കുറവുള്ളതുമാണ്, പ്രത്യേകിച്ചും ഈ വൈറ്റ് ടൗൺ ഭാഗത്ത്. ചില തെരുവുകൾ കാൽനടക്കാർക്ക് മാത്രമായിട്ട് അവർ ലിമിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാമറയുമായിട്ട് നടക്കാൻ വളരെ എളുപ്പമാണ്. വളരെ നിരവധിയുള്ള വഴികളല്ല, ഭംഗിയായി സംരക്ഷിക്കപ്പെട്ട കോളനി സ്റ്റൈൽ റോഡുകൾ. ഇരുവശത്തും ചുവപ്പ് മഞ്ഞ നിറത്തിലുള്ള പ്രത്യേക കെട്ടിടങ്ങളും. റോഡിന്റെ പേരുകൾ പോലും ഫ്രഞ്ച് ഇംഗ്ലീഷ് ഭാഷകളിലാണ്. റൂ സഫ്രൻ, റൂയ് ഡൂമാസ് പോലുള്ള വാക്ക് സ്ട്രീറ്റ് ബോർഡിൽ കാണാം. രാത്രിയിൽ ഈ തെരുവുകൾക്ക് ഒരു സോൾഫുൾ ലുക്കാകുന്നു. സോഫ്റ്റ് ലൈറ്റ്, ഷാഡോസ്, കാതലായ അന്തരീക്ഷം. ഇതായിരുന്നു കേട്ടോ പോണ്ടിച്ചേരി റോക്ക് ബീച്ചിൽ നിന്നൊരു ചെറിയ സ്നേഹയാത്ര. സമാധാനത്തിന്റെ കൂടെ കടൽ തീരത്തെ ഈ തണുത്ത കാറ്റ് മനസ്സിനെ വല്ലാതെ തണുപ്പിക്കുന്ന ഒന്നല്ലേ.